അശ്മി, നമ്മുടെ പ്രതിനിധികളൊക്കെയും വി എസിൻ്റെ ഓരോ കാലഘട്ടത്തെ ഓർത്തെടുത്തു, അദ്ദേഹത്തിൻ്റെ ഭരണവീര്യത്തെ, പോരാട്ട സമരങ്ങളെയൊക്കെ ഓർത്തെടുത്തു. ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ് 1946 സർ സി പിയുടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തല്ലിച്ചതച്ച ഒരു കാലം കൂടി. അകത്തു നിന്നും അതിൻ്റെ അഴികൾക്കിടയിലൂടെ രണ്ട് കാലും പുറത്തെടുത്ത് തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് കുത്തിയിറക്കി ബോധം പോയ വി എസിനെ മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിച്ച് അവിടെ നിന്നൊരു കള്ളൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അത് കണ്ടുനിന്ന വി എസ് പോലും ആവശ്യപ്പെടാതെ അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാവുന്ന ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല. കറുപ്പും വെളുപ്പുമുള്ള അക്ഷരങ്ങളിൽ അച്ചടിച്ചു വരുന്ന പത്രമാധ്യമങ്ങളിൽ പോലും ഇത്തരം വാർത്തകൾ വന്നിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒട്ടും അറിയപ്പെടാത്ത ആ ഒരു സമയത്ത് പോലും താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി ഇത്രയധികം വേദനകളും തല്ലിച്ചതയ്ക്കലുകളും ഒക്കെ സഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ, അത് പിന്നീട് മറ്റു പലരും പറഞ്ഞാണ് ലോകം അറിയുന്നത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ ദർബാർ ഹാളിലെ ഒരുക്കങ്ങൾ ആരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? 9 മണിക്ക് തന്നെ പൊതുദർശനം ആരംഭിക്കുമോ? ഉറപ്പായും അങ്ങനെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ എത്ര വി എസിന്റെ വലിയ വലിയ തിരിച്ചുവരവുകൾ കേരളം കണ്ടതാണ്. എല്ലാം അവസാനിച്ചു എന്നിടത്തുനിന്നുള്ള അതിശക്തമായ ഉയർത്തെഴുന്നേൽപ്പുകൾ, കൊടുങ്കാറ്റ് പോലുള്ള തിരിച്ചുവരവുകൾ ഒന്നല്ല പലയാവർത്തി കണ്ടു. അതിലൊന്നും ഒരേട് മാത്രമാണ് നേരത്തെ കൃഷ്ണ പറഞ്ഞ പുനഃപ്രവലാർ സമരത്തിന് തുടർച്ചയിൽ വി എസിനെ പോലീസ് കൊണ്ടുപോവുകയും അതിക്രൂരമായ ഭേദം ചെയ്യുകയും അതിനുശേഷം ലോക്കപ്പിൽ രണ്ട് കാലുകൾ കെട്ടിയിട്ട് ഒരു സഖാവ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കാലിൽ ആഞ്ഞടിക്കുകയും അതിനുശേഷം കാലിന്റെ പാദത്തിലേക്ക് ബാനറ്റ് കുത്തി ഇറക്കുകയും ബാനറ്റ് കാലിന്റെ ഒരു ഭാഗത്തുകൂടി കയറി അപ്പുറത്തെ ഭാഗത്തോട് വരികയും ചെയ്യുന്ന ബോധം നഷ്ടമാവുന്ന, ചോരവാർന്ന് ബോധം നഷ്ടമാവുന്ന വി എസിനെ കൊണ്ട് കാട്ടിൽ കൊണ്ട് കളയാൻ പോകുമ്പോഴേക്കും കള്ളൻ കോലപ്പൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജീവന്റെ നേരിയ അംശം കണ്ടെത്തുകയും പാല ആശുപത്രിയിൽ കൊണ്ട് തള്ളുകയും, പാല ആശുപത്രി കൊണ്ടാക്കിയെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, പാല ആശുപത്രിയിൽ കൊണ്ട് തള്ളുകയും ചെയ്ത് അവിടെ നിന്ന് പിന്നെ അതിശക്തമായ വി എസിന് തിരിച്ചുവരവ് നമ്മൾ കണ്ടു. പിന്നീട് കാണുന്ന വി എസിനെ നമ്മൾ കണ്ടു. അങ്ങനെ അതിനുശേഷവും പലയാവർത്തി എല്ലാം അവസാനിച്ചു, രാഷ്ട്രീയമായും അല്ലാതെയും എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തുന്നു വി എസിന്റെ അതിശക്തമായ തിരിച്ചുവരവുകൾ കണ്ടതാണ് കേരളം. അതുപോലെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഉറപ്പായും കൃഷ്ണൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ആശുപത്രിയിൽ വി എസ് ജീവനോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ആ മരണത്തെ തോൽപ്പിച്ച് വി എസ് പല കാലങ്ങളിൽ വന്നതുപോലെ ഇക്കുറിയും അതിശക്തമായി തിരിച്ചുവരും. കേരളത്തിന്റെ നാഥനായി, അനീതിക്കെതിരായ ശബ്ദത്തിന് നാഥനായി വി എസ് നിൽക്കും. ഈ പറയുന്ന പാർശ്വവൽകൃത മേഖലയിൽപ്പെട്ട മനുഷ്യരുടെ, തൊഴിലാളികളുടെ, കൂലിത്തൊഴിലാളികളുടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കയറുപിരി തൊഴിലാളികളുടെ ഒക്കെ ശ്വാസവും ജീവനും നാവുമായി വി എസ് ഉണ്ടാവും എന്ന വലിയ പ്രതീക്ഷകൾ സത്യമായും ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ എപ്പോഴും ചിന്താ സഹചാരി എ സുരേഷിനോടൊക്കെ അന്ന് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും എന്നോണം നമ്മൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിക്കുമായിരുന്നു. അപ്പം എ സുരേഷ് അടക്കമുള്ളവർ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വി എസ് ഇതിനപ്പുറം വലിയ കടമ്പകൾ കടന്നിട്ടുണ്ട്. ഈ 100 വയസ്സ് ഒരു മനുഷ്യന്റെ ആയുസിന്റെ പരമാവധികളിൽ ഒന്നാണ് 100 വയസ്സിന് മുകളിലേക്ക് പോവുക എന്ന്. അത് പ്രത്യേകിച്ച് ഒരു സാർത്ഥ ജീവിതം എന്ന് പറയുമ്പോൾ പോലും വി എസ് ആണ്, സാധാരണ ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ 100 വയസ്സ് കഴിഞ്ഞാലും ഏത് പ്രതിസന്ധികളെയും ഏത് വലിയ വെല്ലുവിളി, അത് മരണത്തിന്റെ വെല്ലുവിളിയാണെങ്കിലും അതിജീവിച്ച് മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയുണ്ടായിരുന്ന പ്രതീക്ഷകൾ അസ്തമിച്ചാണ് വി എസ് പോയത്. അത് കൃഷ്ണൻ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നു. നമ്മൾ ഇന്ന് LKG സെന്ററിൽ പോകുമ്പോൾ കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങൾ LKG സെന്ററിലേക്ക് രാത്രി ഏറെ വൈകി അങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ അവിടെ 10 മണിയോടുകൂടി തന്നെ അല്ലെങ്കിൽ പരമാവധി 11 മണിയോട് അവസാനിപ്പിച്ച് അവിടുന്ന് പോകും എന്നറിയിച്ചിരുന്നുവെങ്കിൽ സഖാക്കളുടെ, വി എസിന്റെ സഹപ്രവർത്തകരുടെ, വി എസിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒക്കെ നീണ്ട നിര ക്യൂ ആയി നമ്മൾ LKG സെന്ററിൽ കണ്ടു. അവിടെ നിന്ന് ഒരു 12:12 മാത്രമാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വി എസിന്റെ മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. രാത്രി വി എസിന്റെ മകന്റെ വീട്ടിൽ പൊതുദർശനമില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും അവിടെയും ആളുകൾ കൂടിയെത്തി. നാടിന്റെ നാനാഭാഗത്തുനിന്ന് ആളുകൾ ഇന്നലെ രാത്രി മുഴുവൻ കൂടിയെത്തി അവിടെ നിന്ന് ഈ പറയുന്ന ചങ്കിൽ തൊടുന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഒടുവിൽ അങ്ങേയറ്റ പരിമിതമായ സാഹചര്യത്തിലും വി എസിനെ ഒരു നോക്ക് കാണാൻ ആ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് കാണാൻ അവസരം ഒരുക്കാം എന്ന വീട് തീരുമാനിക്കുന്നത് ആ വീടിന് മുന്നിൽ സ്നേഹവായ്പോടുകൂടി തടിച്ചുകൂടിയ ആയിരക്കണക്കിനായ വി എസിനെ കാണാൻ വന്നവരെ കണ്ടതുകൊണ്ട് മാത്രമാണ്. അത് രാവിലെയും കാഴ്ച മറ്റൊന്നല്ല. നാടിന്റെ നാനാഭാഗം ഇപ്പൊ ഇന്നലെ വി എസിന്റെ വിയോഗം അറിഞ്ഞ് കേരളത്തിന്റെ കാസർഗോഡ് നടക്കം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക്, ഇന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു കൃഷ്ണ. LKG സെന്ററിലും വി എസിന്റെ വീട്ടിലും ഒക്കെ ദർബാർ ഹാളിലേക്ക് 9 മണി, കൃത്യം 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ പൊതുദർശനം തുടങ്ങാൻ പോകുന്നു. ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത വലിയൊരു ജനസഞ്ചയത്തിന് അതിനാകും ദർബാർ ഹാളും പരിസരവും സാക്ഷിയാവുക എന്നതിന്റെ ഒരു സൂചനയാണ് നമ്മൾ LKG സെന്ററിലും അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിൽ ഇന്നലെയും ഇന്നുമായി ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദർബാർ ഹാളാണ്, സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയായിരിക്കെ ഒരുപാട് പരാതികൾ കേട്ട ഒരുപാട് സാത്വികരുടെ, ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവ മനുഷ്യരുടെ, അല്ലെങ്കിൽ മറ്റു ശബ്ദങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെട്ടവരുടെ ശബ്ദങ്ങൾ സാഗൂതം കേട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരിക്കൽ കൂടി അവസാനമായി ദർബാർ ഹാളിലേക്ക് വരാൻ പോകുന്നു. ഇക്കുറി ആ ദർബാർ ഹാളിലേക്കുള്ള വരവ് അതേതെങ്കിലും തരത്തിലുള്ള ഭരണ നിർവഹണത്തിനല്ല, ഏതെങ്കിലും തരത്തിൽ അനീതിക്കെതിരായ ഒരു പോരാട്ട ശബ്ദമാകുന്നതിനല്ല. അദ്ദേഹം അവസാന ഉറക്കത്തിൽ ദർബാർ ഹാളിലേക്ക് വരുന്നു. ദർബാർ ഹാളിലേക്ക് ഉറപ്പായും നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച കണ്ടാൽ, ഇന്ന് രാവിലെ കാണുന്ന കാഴ്ചകൾ കണ്ടാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ വഴികളിലേക്ക് നോക്കിയാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ചെറിയ അരുവികൾ പോലെ ഇങ്ങോട്ടേക്ക് ആളുകൾ രാത്രി മുഴുവൻ ഒഴുകി എത്തുന്നുണ്ട് ഇങ്ങോട്ട്. അത് മൊത്തം ദർബാർ ഹാളിൽ ഒരു വലിയ മനുഷ്യക്കടലാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കൃഷ്ണ ചില മുദ്രാവാക്യങ്ങൾ നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും അതിലൊരു ഹൃദയരക്തം പൊടിഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നും. കേൾക്കുമ്പോൾ തോന്നും, വിളിക്കുമ്പോഴും തോന്നും ചില മുദ്രാവാക്യങ്ങൾ. അങ്ങനെ തൊണ്ടയിടറി കണ്ണേ കേരളെ VS എന്നൊരു പക്ഷേ VS-നെ മാത്രമാണ് അങ്ങനെ കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണേ കേരളെ VS നെഞ്ചിനുള്ളിലെ റോസാപ്പൂവെ എന്ന് വിളിച്ചിട്ടുള്ളത് ഒരു പക്ഷേ VS-ന് വേണ്ടി മാത്രമായിരിക്കണം. അത് ഹൃദയരക്തം പൊടിയുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യ ആ വിളി കേട്ടാൽ നമുക്കറിയാം അതിൽ അടങ്ങിയിരിക്കുന്ന വേദനയുടെ ആഴം. അങ്ങനെ വേദനിച്ച് അങ്ങനെ ഹൃദയരക്തം പൊടിഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇന്നലെ കണ്ണേ കേരളെ VS എന്ന മുദ്രാവാക്യങ്ങൾ കേട്ടാണ് ഇന്നലെ തിരുവനന്തപുരം നഗരി ഉറങ്ങാൻ പോയെന്ന് ഉറപ്പായും പറയാം. രാവിലെയും അതുതന്നെ കേൾക്കുന്നു. കണ്ണായിരുന്നു, കേരളത്തിന്റെ കണ്ണായിരുന്നു, കേരളത്തിന്റെ കരളായിരുന്നു VS. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ, പ്രിയപ്പെട്ട അനുഭാവികളുടെ, ഒരുപക്ഷെ കൃഷ്ണ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് അണികളുണ്ടെന്ന് ഉറപ്പായും പറയാം. VS-ന് പക്ഷേ അണികളുണ്ടായിരുന്നതോടൊപ്പം തന്നെ ആരാധകർ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായും പറയാം. കണ്ണേ കേരളെ VS എന്ന മുദ്രാവാക്യം കേരളം ആദ്യമായി കേൾക്കുന്നതല്ല കൃഷ്ണ. കേരളം VS-ന് വേണ്ടി പലയാവർത്തി തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ പലയാവർത്തി തെരുവിലിറങ്ങിയ സമയത്തൊക്കെ കണ്ണേ കേരളെ VS എന്നുള്ള മുദ്രാവാക്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഴത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. ആ മുദ്രാവാക്യം ഒരുപക്ഷെ അത് പാർട്ടി നേതൃത്വത്തെ തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിയോട് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, VS-ന് വേണ്ടി ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇതാണ്. സാധാരണഗതിയിൽ പാർട്ടി തീരുമാനിക്കും, പാർട്ടി പ്രവർത്തകർ കേൾക്കും, അല്ലെങ്കിൽ ജനങ്ങൾ കേൾക്കുമെന്നാണെങ്കിൽ ആ വർഷങ്ങളിൽ നമ്മൾ കണ്ടത് പാർട്ടി പ്രവർത്തകർ ജനങ്ങൾ തീരുമാനിക്കും, അത് പാർട്ടി കേൾക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ കാര്യത്തിൽ VS-ന്റെ മാനിഫെസ്റ്റോ. VS-നെ മുഖ്യമന്ത്രിയാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സങ്കോചങ്ങളില്ലാത്ത തെരുവിൽ നിറഞ്ഞ ജനസഹസ്രങ്ങളെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളൊന്നുമായില്ല കൃഷ്ണ. അത് VS-ന്റെ ഉയർപ്പിന് വേണ്ടിയാണ്. ഒരുപക്ഷെ VS എന്ന ഒറ്റയാനായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒറ്റയാനായി അങ്ങനെ വിടാൻ കേരളം ഒരു കാലത്തും തുനിഞ്ഞിട്ടില്ല. VS-നൊപ്പം നൂറുകണക്കിന് മനുഷ്യർ. അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിൽ അദ്ദേഹം എവിടെയൊക്കെ ഒറ്റക്കായോ അവിടെയൊക്കെ അദ്ദേഹത്തിന് പിന്തുണയുമായി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇക്കുറിയും അത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു ജനാവലി കൃഷ്ണ. പക്ഷേ അത് VS-ന് അവസാനമായിരുന്നു കാണാനാണ്, അവസാനമായി ഹൃദയം പൊടിഞ്ഞൊരു മുദ്രാവാക്യം വിളിക്കാനാണ്, അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ്. കൃഷ്ണ.